രാജ്യത്ത് വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനും മുസ്ലിങ്ങളുടെ സ്വത്തിൽ സർക്കാരിന് കൈകടത്താനും അമുസ്ലിങ്ങളെ ആ സ്വത്തുക്കളൊക്കെ നിയന്ത്രിക്കാനുള്ള ചുമതല അമുസ്ലിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുമുള്ള BJPയുടെ ശ്രമമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത്. ഏതാണ്ട് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടാവും, 2019 ഡിസംബർ മാസത്തിൽ നമ്മുടെ 2ാം മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ നമ്മൾ CAA നിയമം പാസ്സാക്കിയിരുന്നു. അന്ന് ആ നിയമം സത്യത്തിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മതപരമായ പീഡനം കാരണം അത് 3 ഇസ്ലാമിക രാജ്യങ്ങളാണ്. അവിടെ നിന്നും പാലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നിട്ടുള്ള അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 6 മതങ്ങൾപ്പെട്ട ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. അതിനെ മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയുന്ന നിയമമായി വ്യാഖ്യാനിച്ച് ഇവിടെ മുഴുവൻ വലിയ സമരവും കോലാഹലവും, എന്തിന് ഡൽഹിയിൽ കലാപവും ഒക്കെ നടത്തി ഇവിടെ സമൂഹത്തിൽ പരസ്പര വിദ്വേഷവും ആളുകൾ തമ്മിലുള്ള എതിർപ്പും ഒക്കെ പരത്തി സമൂഹത്തിൽ നമ്മുടെ അന്തരീക്ഷം മോശമാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസും ഉപയോഗിച്ചു. അന്ന് അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് ലജ്ജിച്ച് തലതാഴ്ചയാണ്. കാരണം CAA നിയമം നടപ്പിലാക്കി രാജ്യത്ത്. ഇന്ത്യയിൽ 10,000-കണക്കിന് ആളുകൾക്ക് CAA നിയമപ്രകാരം നമ്മൾ കഴിഞ്ഞ 2 വർഷമായി പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ പൗരത്വം നമ്മൾ എടുത്തു കളഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് നമ്മളത് പറയുന്ന സമയത്ത് അന്ന് ആ ആരോപണം ഉന്നയിച്ചവർക്ക് തിരിച്ചൊന്നും പറയാനില്ല. പക്ഷെ അന്ന് ആ സമരത്തിന്റെ പേരിൽ അവര് സമൂഹത്തിലുണ്ടാക്കിയ വിദ്വേഷം, സമൂഹത്തിലുണ്ടാക്കിയ കാലുഷ്യം, ഇതൊക്കെ എത്ര ദോഷം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഇന്നിപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമത്തെ പറ്റി പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസവും പരസ്പര വിദ്വേഷവും ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ എന്താണ് വഖഫ്? വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു മുസ്ലിം ആയ വ്യക്തി, മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് വഖഫ്, വേറെ സമുദായങ്ങൾക്കുള്ളതല്ല വഖഫ്. മുസ്ലിം ആയ ഒരു വ്യക്തി അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ 1% അദ്ദേഹത്തിന് ദൈവത്തിന് കൊടുക്കാം. എന്തിനു വേണ്ടി? ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ, അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക്, അതായത് യത്തീങ്ങൾ എന്ന് പറയുന്ന അച്ഛനമ്മയും മരിച്ചുപോയ കുട്ടികൾക്ക്, സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ ശേഷിയുള്ള ആളുകൾക്ക്, രോഗികളായ ആളുകൾക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഒക്കെ ക്ഷേമത്തിന് വേണ്ടി തൻ്റെ സ്വത്തിന്റെ ഒരു ഭാഗം അങ്ങോട്ട് വിട്ടുകൊടുക്കാം. അത് ദൈവനാമത്തിൽ അത് സങ്കല്പിച്ച് വെക്കുകയാണ്. അപ്പൊ അത് പള്ളിക്ക് കൊടുക്കുന്നതാണോ? പള്ളിക്ക് കൊടുക്കുന്നതല്ല. നമ്മള് പലരും തെറ്റിദ്ധരിക്കുന്നത് പള്ളിക്ക് കൊടുക്കുന്ന പള്ളിക്ക് കൊടുക്കുന്നതല്ല. പള്ളി വക സ്വത്തല്ല വഖഫ്, അമ്പലം വക സ്വത്തല്ല വഖഫ്. നമ്മൾ സാധാരണ വിചാരിക്കും, നമ്മൾ അമ്പലത്തിലേക്ക് കുറെ സ്വത്തൊക്കെ ഉള്ള ഒരാൾ മരിക്കാൻ കാലത്ത് 1 ഏക്കർ സ്ഥലം തന്റെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ എഴുതി കൊടുത്താൽ അത് ക്ഷേത്രത്തിന്റെ സ്വത്തായി മാറും. അത് ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്വത്തായി മാറും. അതേപോലെ വഖഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് എഴുതി കൊടുക്കുന്നതല്ല. പള്ളിയിലേക്ക് എഴുതി കൊടുത്താൽ അത് ആ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. വഖഫ് സ്വത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണ്, ദൈവമാണ്. ദൈവത്തിന് നൽകുന്നതാണ്. ഇപ്പൊ പള്ളിക്ക് നൽകുന്നതല്ല, ദൈവത്തിന് നൽകുന്നതാണ്. അങ്ങനെ നൽകുന്ന സ്വത്തിന് ഒരു മാനേജർ മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. ആ മാനേജറെ നിശ്ചയിക്കുക സ്വാഭാവികമായിട്ടും അയാളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ കൂടി, അവർക്ക് പല കമ്മിറ്റി ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട മത നേതാക്കന്മാരോ ആരെങ്കിലും ആണ് ഒരാളെ മാനേജറായി നിശ്ചയിക്കുക. അയാളുടെ പേര് മുത്തവല്ലി എന്നാണ്. അയാളാണ് ഈ സ്വത്ത് നോക്കി നടത്തേണ്ടത്. ഒരു ഉടമസ്ഥാവകാശം അയാൾക്കില്ല. അയാൾക്കത് വിൽക്കാനോ അല്ലെങ്കിൽ പണയപ്പെടുത്താനോ ഉള്ള അധികാരമില്ല. അവിടെ പുരോഗതി ഉണ്ടാക്കാം, അവിടെ ബിൽഡിങ്ങുകൾ വേണമെങ്കിൽ നിർമ്മിക്കാം, അവിടെ തെങ്ങോ കവുങ്ങോ വെച്ച് പിടിപ്പിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ അത് അന്യാധീനപ്പെടുത്താനോ വിൽക്കാനോ പണയപ്പെടുത്താനോ അധികാരമില്ല. നോക്കി നടത്താൻ, മാനേജറായി നോക്കി നടത്താനുള്ള അധികാരമേ ഉള്ളൂ. ഇതായിരുന്നു പണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ സാഹചര്യം. നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്യാൻ തുടങ്ങി സ്വത്ത്.
അപ്പൊ ഈ സ്വത്ത് പല സ്ഥലത്തും ഇങ്ങനെ വഖഫ് ഭൂമികൾ വരാൻ തുടങ്ങി. ചില ഭൂമികളൊക്കെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത ഭൂമികളായി. എന്നാൽ നഗരങ്ങളിലെ ബിൽഡിങ്ങുകളൊക്കെ വഖഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ വരുമാനമുള്ള സ്വത്തുക്കൾ വഖഫായി തുടങ്ങി. അപ്പോൾ പ്രാദേശികമായ മുത്താവലികൾ മാത്രം നോക്കി നടന്നാൽ പോരാ, ഇതിന് ഒരു ഏകീകൃത സ്വഭാവം വേണം എന്ന് പറഞ്ഞുകൊണ്ട് 1954 കേന്ദ്ര സർക്കാർ ഒരു വഖഫ് നിയമം കൊണ്ടുവന്നു. അത് പ്രകാരം കേന്ദ്രത്തിലൊരു വഖഫ് കൗൺസിലും സംസ്ഥാനങ്ങളിൽ ഒരു വഖഫ് ബോർഡും ഉണ്ടാവും. കേന്ദ്രത്തിലൊരു വഖഫ് കൗൺസിലും സംസ്ഥാനങ്ങളിൽ ഒരു വഖഫ് ബോർഡും ഉണ്ടാവും. ആ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് കൗൺസിൽ സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളെ സൂപ്പർവൈസ് ചെയ്യും. സംസ്ഥാനങ്ങളിലുള്ള വഖഫ് ബോർഡുകൾ അതാത് സംസ്ഥാനങ്ങളിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി, അതായത് മുത്താവലിമാർ നോക്കി നടത്തുന്ന ഭൂമി സൂപ്പർവൈസ് ചെയ്യും. അവർക്കും സൂപ്പർവൈസ് ചെയ്യാനേ അധികാരമുള്ളൂ. മുത്താവലി എന്ന മാനേജർ നോക്കി നടത്തുന്നത് കൃത്യമായിട്ടാണോ എന്ന് നോക്കി നടത്താൻ വഖഫ് ബോർഡിന് സാധിക്കും. വഖഫ് ബോർഡിന് അധികാരമുണ്ട്. കേന്ദ്രത്തിൽ ഒരു വഖഫ് കൗൺസിലുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വഖഫ് ഭൂമികൾ നോക്കി നടത്താൻ അതാത് ഓരോ വഖഫ് ഭൂമിക്കും ഒരു മുത്താവലിയും, ഒരു സംസ്ഥാനത്ത് ഈ മുത്താവലിമാരെ മുഴുവൻ സൂപ്പർവൈസ് ചെയ്യാൻ, ഈ ഭൂമി വേണ്ട രീതിയിൽ നോക്കി നടത്താൻ ഒരു വഖഫ് ബോർഡും വന്നു. ഇത് കാലക്രമത്തിൽ സംഭവിച്ചത് രാഷ്ട്രീയക്കാർക്ക് കയറിപ്പറ്റാൻ പറ്റുന്ന ഒരു ബോർഡായി മാറി. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബോർഡുകളുണ്ട്. അധികാരത്തിൽ വരുന്ന പാർട്ടിക്കാർക്ക് ചെയർമാൻ ആവാനും വൈസ് ചെയർമാൻ ആവാനും അംഗങ്ങളാവാനും ഒരു മറ്റേ സർക്കാർ വക കാറിൽ യാത്ര ചെയ്യാനും ഉള്ള ഒരു സംവിധാനമായി ഇത് മാറി. സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകൾ ഏതാണ്ട് എല്ലാം തന്നെ അതാത് കാലത്ത് അധികാരത്തിൽ ഇരിക്കുന്നവർ അവർക്ക് വേണ്ടപ്പെട്ട ആളെ നിയമിച്ച് അവർ കാര്യങ്ങൾ നടത്തി വന്നു. പല സ്ഥലത്തും നല്ല രീതിയിൽ നടന്നിട്ടുണ്ടാവും. പക്ഷേ പല സ്ഥലത്തും ഇത് വളരെ മോശമായ രീതിയിലാണ് നടന്നത്. കാരണം ലക്ഷക്കണക്കിന് കോടി രൂപ അല്ലെ ആയിരക്കണക്കിന് കോടി രൂപ വില വരുന്ന സ്വത്തുക്കളാണ് വഖഫ് ചെയ്യപ്പെട്ടത്. ഇത് നോക്കി നടത്തുന്നതിൽ വ്യാപകമായ അഴിമതി ഉണ്ടായി. മാത്രവുമല്ല, ഈ ഭൂമി കണ്ണടച്ചും കണ്ണു തുറന്നും അന്യാധീനപ്പെട്ട സാഹചര്യമുണ്ടായി. പലരും തട്ടിയെടുത്തു. വഖഫ് ബോർഡുകളുടെയും മുത്താവലിമാരുടെയും മൗന സമ്മതത്തോടു കൂടിയും അവരുടെ സഹായത്തോടു കൂടിയും അല്ലാതെയും ഒക്കെ പലരും തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോ പറയുന്നത് വഖഫിന്റെ കൈവശം 8 ലക്ഷം ഏക്കർ ഭൂമി ഉണ്ടെന്ന. സത്യത്തിൽ 70% ഭൂമിയും വഖഫ് ബോർഡിന്റെ കൈവശമില്ല, മുത്താവലിമാരെ കൈവശമില്ല. അത് അന്യാധീനപ്പെട്ടു പോയിരിക്കുകയാണ്. പലരും തട്ടിയെടുത്തിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. വഖഫ് ബോർഡിനുള്ളിൽ വ്യാപകമായ അഴിമതിയും കെടുകാര്യസ്ഥതയുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 1995 കേന്ദ്ര സർക്കാർ ഒരു പുതിയ വഖഫ് നിയമം കൊണ്ടുവരുന്നത്. സത്യത്തിൽ 95 കൊണ്ടുവന്ന വഖഫ് നിയമം ചെയ്യേണ്ടിയിരുന്നത് വഖഫ് ബോർഡിനെ കുറച്ചുകൂടി സുതാര്യമാക്കാനും നിയമങ്ങൾ കർശനമാക്കാനും വഖഫ് ഭൂമി അന്യാധീനപ്പെടാതെ നോക്കാനും കൈവശമുള്ള ഭൂമികൾ മുത്താവലിമാർ മര്യാദയ്ക്ക് നോക്കി നടത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനും, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിന് പോംവഴി കണ്ടെത്താനും, അതായത് ആ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി കൃത്യമായി വ്യക്തമായി വളരെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കാനും അതിൽ നിന്നുള്ള വരുമാനം പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് കൊടുക്കാനും വേണ്ടിയായിരുന്നു 95 ഒരു വഖഫ് നിയമം ഭേദഗതി ചെയ്യുമ്പോൾ ശ്രമിക്കേണ്ടിയിരുന്നത്. അതായിരുന്നു ആവശ്യം. ഇപ്പോൾ അതിനാണ് ഈ നിയമം കൊണ്ടുവന്നത്. അന്ന് അതായിരുന്നു കൊണ്ടുവരേണ്ടിരുന്നത്. പക്ഷെ അതല്ല അവർ ചെയ്തത്. നിലവിലുള്ള വഖഫ് ഭരണത്തിൽ ഒരു ഭേദഗതിയും വരുത്തിയില്ല. കൂടുതൽ കർശനമായി നടത്താൻ, കൂടുതൽ സത്യസന്ധമായി നടത്താൻ, നിയമം പാലിച്ചുകൊണ്ട് ഒരു തുണ്ട് ഭൂമി പോലും അന്യാധീനപ്പെടാതെ നോക്കാൻ ഒന്നും ചെയ്തില്ല. പകരം എന്താ ചെയ്തത്? ഈ വഖഫ് ബോർഡിന് കൂടുതൽ ഭൂമികൾ തട്ടിയെടുക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. വഖഫ് ബോർഡിന് കൂടുതൽ ഭൂമി കൈവശപ്പെടുത്താനുള്ള അവസരങ്ങൾ കൊടുത്തു. അത് 3 രീതിയിലാണ് കൊടുത്തത്. ഒന്ന്, സെക്ഷൻ 40. സെക്ഷൻ 40 എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് പറയുന്നത്: വഖഫ് ബോർഡിന് തോന്നുകയാണ് ഒരു ഭൂമി വഖഫാണ് എന്ന് തോന്നിയാൽ ആ ഭൂമിയുടെ ഉടമസ്ഥന് വഖഫ് ബോർഡിന് നോട്ടീസ് അയക്കാം, ഇത് വഖഫാണ് എന്ന് പറഞ്ഞിട്ട്. നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമിയുടെ ഉടമസ്ഥൻ വഖഫ് ബോർഡ് മുമ്പാകെ തെളിയിക്കണം, എന്ത്, ഇത് എന്റെ ഭൂമിയാണ്, വഖഫിന്റെ ഭൂമിയല്ല.
നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി ഇല്ലാത്ത, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു പരിപാടിയാണിത്. നമ്മുടെ നാട്ടിൽ ആരുടെ ഭൂമി, എന്റെ ഭൂമിയാവട്ടെ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൂമിയാവട്ടെ, കേരള സർക്കാരിന്റെ ഭൂമിയാവട്ടെ, ആരുടെ ഭൂമിയും ആവട്ടെ, വേറൊരാൾ തട്ടിയെടുത്താൽ, വേറൊരാൾ കൈവശപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അതിക്രമിച്ച് കയറിയാൽ, ഇപ്പൊ രണ്ടാൾ തമ്മിൽ ഒരു ഒരു പറമ്പുണ്ട്, രണ്ട് ഭൂമിയുണ്ട്, നടുക്കൊരു വേലിയുണ്ട്. ഒരാൾ വേലി ലേശം ഇങ്ങോട്ടാക്കി കെട്ടുന്നു, അപ്പോൾ കുറച്ച് ഭാഗം ഇയാൾ കയറി എടുക്കുന്നു, അതിക്രമിച്ച് കയറുന്നു. അങ്ങനെ സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ ഭൂമി ഒരു സ്ഥലത്ത് വാങ്ങിയിട്ടിട്ട് കുറെ കാലം നാട്ടിലില്ലായിരുന്നു, തിരിച്ചയാൾ വരുമ്പോൾ ആ ഭൂമി വേറൊരുത്തൻ അവിടെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ, അത് ആരോ ആവട്ടെ, വ്യക്തിയാവട്ടെ, സ്ഥാപനമാവട്ടെ, നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ സിവിൽ കോടതിയിൽ കേസ് കൊടുത്ത് നമ്മുടെ സ്വത്തിന്റെ കടലാസുകൾ കാണിച്ച് ഇത് എന്റെ ഭൂമിയാണ് എന്ന് നമ്മൾ കേസ് കൊടുത്ത് നമ്മൾ തിരിച്ചു പിടിക്കണം. നമ്മൾ തിരിച്ചു പിടിക്കുക വേണ്ടത്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും ബാധകമായ ഈ നിയമം വഖഫ് ബോർഡിന് ഇല്ലാണ്ടാക്കി. വഖഫ് ബോർഡിന് തോന്നിയാൽ മതി, ഏത് ഇന്ന ഭൂമി വഖഫാണെന്ന് തോന്നിയാൽ വഖഫ് ബോർഡിന് ഒരു നോട്ടീസ് അയച്ചാൽ മതി. പിന്നെ ആ ഭൂമി ആരുടെ കൈവശമാണോ, ആരുടെ ഉടമസ്ഥതയിലാണോ, അയാൾ വഖഫ് ബോർഡ് മുമ്പാകെ ആദ്യം വന്ന് തെളിയിക്കണം എന്റേതാണ്. ആരുടെ മുമ്പാകെ? ആരാണോ നോട്ടീസ് അയക്കുന്നത് ആ വഖഫ് ബോർഡിന്റെ മുമ്പാകെ. വഖഫ് ബോർഡിന് വേണ്ടി നിയമിച്ച അംഗങ്ങളാണുള്ളത്. അവരെങ്ങനെയാ അവരുടെ കേസിൽ അവരെന്നെ ജഡ്ജിയാവുക? എന്റെ വാദം കേൾക്കാൻ ഞാൻ തന്നെ ജഡ്ജിയാവുകയാണ്. ഒരാൾ അയാളുടെ വാദം കേൾക്കാൻ, അയാളുടെ തർക്കം പരിഹരിക്കാൻ അയാൾ തന്നെ ജഡ്ജിയാവുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കി. അങ്ങനെ ഈ രാജ്യത്ത് പല സ്ഥലത്തും വഖഫ് ബോർഡ് നോട്ടീസ് അയക്കാൻ തുടങ്ങി. എന്നിട്ട് ഭൂമി, ചില ആളുകൾ കേസ് നടത്താൻ ശേഷിയുള്ളവരായിരിക്കും, ചില ആളുകൾ ശേഷിയില്ലാത്തവരായിരിക്കും. അങ്ങനെ വഖഫ് ബോർഡ് പരിശോധിച്ചിട്ട് ആ വ്യക്തികൾ വന്ന് ഞങ്ങളേതാണെന്ന് കാണിക്കാൻ അവർ ശ്രമിച്ചാൽ ആ ശ്രമം വഖഫ് ബോർഡ് കാണോ കാണാതിരിക്കോ, അംഗീകരിക്കാതെ ഇരിക്കും. വഖഫ് ബോർഡ് ഞങ്ങളേതാണ്, വഖഫിന്റെ ആണെന്ന് വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഖഫാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനായി. പിന്നെ അത് സർവേ ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെലവിൽ സർവേ ചെയ്യണം. വഖഫ് പ്രഖ്യാപിക്കുകയാണ് ഈ ഭൂമി ഞങ്ങളേതാണെന്ന് ആദ്യം നോട്ടീസ് അയക്കുന്നു, അതിന് ഉടമസ്ഥൻ വന്നിട്ട് അവരേതാണെന്ന് വാദിക്കുന്നു, വഖഫ് ബോർഡ് ആ വാദം തള്ളിക്കളയുന്നു. ഞങ്ങളേതാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിലേക്ക് നോട്ടീസ് പോയാൽ പിന്നെ ഗവൺമെന്റിന്റെ ചെലവിൽ തഹസിൽദാരും കളക്ടറും വന്ന് ആ ഭൂമി സർവേ ചെയ്തിട്ട് വഖഫിന് ഏൽപ്പിച്ചു കൊടുക്കണം. പിന്നെ നികുതി വാങ്ങൂല. അപ്പൊ മുനമ്പത്ത് സംഭവിച്ചതാണ്, നികുതി വാങ്ങാത്തത്. വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചു വഖഫിന്റെ സ്വത്താണ്, അതുകൊണ്ടാണ് അപ്പൊ നികുതി വാങ്ങാത്തത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ യഥാർത്ഥ ഉടമസ്ഥന് മുന്നിൽ ഒരു കാര്യം ചെയ്യാനുള്ളൂ. വഖഫ് ട്രൈബ്യൂണൽ എന്നൊരു സംഭവം വന്നിട്ട് 95-ലെ നിയമത്തിൽ വഖഫ് ട്രൈബ്യൂണൽ, കോഴിക്കോടാണ് കേരളത്തിലെ വഖഫ് ട്രൈബ്യൂണൽ. അത് 95-ൽ സ്ഥാപിച്ച കോടതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോടതി ചില സംസ്ഥാനങ്ങളിൽ 3-4 കോടതിയുണ്ട്, വലിയ വലിപ്പമുള്ള സംസ്ഥാനങ്ങൾ. കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പോ ആ വഖഫ് ട്രൈബ്യൂണൽ മുമ്പാകെ പോയി അപ്പീൽ ഫയൽ ചെയ്യാം. വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരാളുടെ വ്യക്തിയുടെ സ്വത്ത് നോട്ടീസ് അയച്ച് അയാൾ പോയി ഇത് എന്റേതാണെന്ന് വാദിച്ചിട്ടും വഖഫ് ബോർഡ് അംഗീകരിക്കാണ്ട് വഖഫിന്റെ ആണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തിക്ക് ചെയ്യാവുന്നത് വഖഫ് ട്രൈബ്യൂണലിൽ കേസ് കൊടുക്കുക നിവൃത്തിയുള്ളൂ. വഖഫ് ട്രൈബ്യൂണൽ ആദ്യം ഒരു ജില്ലാ ജഡ്ജി മാത്രമായിരുന്നു. ഇപ്പൊ ജില്ലാ ജഡ്ജും 2 അംഗങ്ങളുണ്ട്. ആ 2 അംഗങ്ങൾ വഖഫ് ബോർഡ് നിയമിക്കുന്ന അംഗങ്ങൾ, അവരെ ആൾക്കാരാണ്. പക്ഷെ അവർക്ക് വിധി പറയാൻ അധികാരമില്ല, അവിടെ ഇരിക്കാനേ അധികാരമുള്ളൂ. ജഡ്ജാണ് വിധി പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ജില്ലാ ജഡ്ജാണ് ഹൈക്കോടതി നിശ്ചയിക്കുന്നത്, ജില്ലാ ജഡ്ജാണ്. അവിടെ കേസ് കൊടുത്ത് തന്റെ വാദം തെളിയിക്കണം. ഈ ആർക്കാണോ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ച് തങ്ങളേതാണെന്ന് പ്രഖ്യാപിച്ച ഭൂമിയുടെ ഉടമസ്ഥന അവിടെ പോയി തെളിയിക്കണം. അവിടെ തെളിയിക്കാൻ സാധിച്ചില്ല, അവിടെയും തോറ്റാൽ പിന്നെ ഒരു മാർഗവുമില്ല. ദി ഓർഡർ ഈസ് ഫൈനൽ. ആ ഉത്തരവ് അന്തിമ ഉത്തരവാണെന്നാണ് സെക്ഷൻ 40 പറയുന്നത്. പിന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും റിട്ട് ജൂറിസ്ഡിക്ഷൻ പോവാം. ഈ റിട്ട് ജൂറിസ്ഡിക്ഷന്റെ ഒരു തകരാർ എന്താന്ന് വെച്ചാൽ, സിവിൽ കേസുകളിൽ റിട്ട് ജൂറിസ്ഡിക്ഷനിൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരിമിതമായ അധികാരമേ ഉള്ളൂ. നിയമപ്രശ്നങ്ങൾ മാത്രം പരിശോധിക്കാനേ അധികാരമുള്ളൂ. വസ്തുതകൾ, രേഖകൾ പരിശോധിക്കാൻ, സാക്ഷിമൊഴികൾ പരിശോധിക്കാൻ അധികാരമില്ല. എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ അതൊരു വലിയ കുടുക്കാണ്. സ്വാഭാവികമായിട്ട് രേഖകൾ പരിശോധിക്കണം, രേഖകളിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കണം, ഇതിന്റെ സാക്ഷിമൊഴികൾ പരിശോധിക്കണം. അതൊന്നും പരിശോധിക്കാൻ റിട്ട് ജൂറിസ്ഡിക്ഷനിൽ അധികാരമില്ല. അല്ലെങ്കിൽ റിട്ട് ഫയൽ ചെയ്യുമ്പോൾ ഹൈക്കോടതിക്ക് സുപ്രീം കോടതിക്ക് അധികാരമില്ല.
അപ്പോൾ അവിടെ വലിയൊരു കുഴപ്പം സംഭവിക്കും. ഇങ്ങനെ രാജ്യത്തെ പല ഭൂമിയും വഖഫ് സ്വന്തമാക്കാൻ തുടങ്ങി. അതിലൊന്നാണ് മുനമ്പം. ആ വിഷയം ഞാൻ പറയാം. എന്താണ് മുനമ്പം? ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുനമ്പത്തുള്ള ഒരു 10-400 ഏക്കർ സ്ഥലം, അത് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന എറണാകുളം സ്വദേശിയായ വലിയൊരു പണക്കാരന്റെ ഭൂമിയായിരുന്നു. അയാൾക്ക് അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തെ തർക്കമുണ്ട്. ഇപ്പൊ ഏതായാലും നമ്മൾ അങ്ങോട്ട് പോകണ്ട. അയാൾ ആ ഭൂമി ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സൊസൈറ്റി, ചാരിറ്റബിൾ സൊസൈറ്റി, അവര് ഫറൂഖിൽ ഒരു കോളേജൊക്കെ സ്ഥാപിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് 400 ഏക്കർ സ്ഥലം ഫറൂഖ് കോളേജിന് ദാനം ചെയ്തു. എന്തിനു വേണ്ടി ദാനം ചെയ്തു? നിങ്ങൾ ഈ ഭൂമി ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി മാത്രം കൊടുത്തു, മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ വഖഫാവില്ല. അള്ളാന് കൊടുത്താലേ വഖഫാവുള്ളൂ. അള്ളാഹുവിന്റെ പേരിൽ ധർമ്മസ്ഥാപനം തുടങ്ങാൻ വേണ്ടി കൊടുത്താലേ വഖഫാവുള്ളൂ. പക്ഷെ ഒരു ട്രസ്റ്റ് സൊസൈറ്റിക്ക് കൊടുക്കുകയാണ്. എന്തിന്? നിങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് വഖഫല്ല, വഖഫിന്റെ സങ്കല്പത്തിനെതിരാണ്. കാരണം അത് കണ്ടീഷനുള്ള വഖഫ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി മാത്രം കൊടുത്ത വഖഫ. അല്ല, വഖഫല്ല, ഒരു ദാനമാണ്. ആ ഭൂമി ഫറൂഖ് കോളേജ് കുറെ കാലം കൈവശം വെച്ച് ഫറൂഖ് കോളേജിന് തോന്നുകയാണ്. കാരണം അവിടെ കുറെ കുടിയന്മാരുണ്ട്, അതായത് കാലാകാലമായി അവിടെ കുടികിടപ്പ് മത്സ്യത്തൊഴിലാളികളുണ്ട്. ഫറൂഖ് കോളേജിന് തോന്നുന്നു ഇവിടെ ഏതായാലും കോളേജ് സ്ഥാപിച്ചിട്ട് വലിയ ഗുണമില്ല, അതുകൊണ്ട് ഇത് ഇവിടെ കുടികിടപ്പുകാർക്ക് തന്നെ വിൽക്കുക എന്ന് തീരുമാനിച്ചു. ഫറൂഖ് കോളേജിന്റെ സൊസൈറ്റി ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് തീരുമാനിച്ച് ഈ ഭൂമി പൊന്നും വിലക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക്, അതായത് അവിടെ കുടികിടപ്പുള്ള ആൾക്കാർക്ക് തന്നെ വിൽക്കുക. ആ പൈസ ഉപയോഗിച്ചിട്ട് അവര് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയാണ്, അത് വികസിപ്പിക്കുകയാണ്. ഇത് വിറ്റ പൈസക്ക്. കുറച്ച് ഭൂമി എന്തോ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പൊ 50 വർഷം 60 വർഷം മുമ്പ് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ അവരധ്വാനിച്ച പൈസ കൊണ്ട് പൊന്നു അന്നത്തെ മാർക്കറ്റ് വില കൊടുത്ത് വാങ്ങിയതാണ് ഈ ഭൂമി ഫറൂഖ് കോളേജിൽ എടുക്കുന്നത്. ഫറൂഖ് കോളേജ് എന്ന ചാരിറ്റബിൾ സൊസൈറ്റി, രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റീസ് ആക്ട് 1860 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അവരെടുത്തുനിന്ന് ആ വിലക്ക് വാങ്ങിയതാണ്. 95 നിയമം വന്നപ്പോൾ 95 നിയമത്തിൽ ഒരു അപകടകരമായ വകുപ്പ് കൂടി എഴുതി ചേർത്തു. വഖഫ് ചെയ്ത ഭൂമി അന്യാധീനപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞാലും അതിനെതിരെ കേസ് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ നാട്ടില് എന്റെ ഭൂമി വേറൊരാൾ കയ്യേറി 30 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ചോദിക്കാൻ പറ്റില്ല. 12 കൊല്ലം കഴിഞ്ഞാൽ തന്നെ ചോദിക്കാൻ പറ്റില്ല, പോട്ടെ എങ്ങനെ പോയാലും 30 കൊല്ലം. 30 കൊല്ലം കഴിഞ്ഞാൽ എന്റെ ഭൂമി വേറൊരാൾ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ 30 വർഷം കഴിഞ്ഞാൽ എനിക്കത് തിരിച്ചു ചോദിക്കാനേ പറ്റും. ഞാൻ 30 വർഷം കേസ് കൊടുക്കണം. അപ്പോ കാലാരണ നിയമമുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക്. അതായത് ഒരു ഒസ്യത്തിൽ പറഞ്ഞ കാര്യത്തിന് 3 കൊല്ലം, ഒസ്യത്തിൽ പറയാത്ത മറ്റു ചില കാര്യങ്ങൾക്ക് 12 കൊല്ലം, അവസാനം 30 കൊല്ലം. ഏറ്റവും അവസാനം സിവിൽ നിയമത്തിന് 30 കൊല്ലത്തിനുള്ളിൽ കേസ് കൊടുക്കണം, എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു പോയതിനും തിരിച്ചു കിട്ടാൻ. എന്നാൽ 95 നിയമത്തിൽ ഒരു പുതിയ ഭേദഗതി കൊണ്ടുവന്നു. വഖഫിന്റെ കാര്യത്തിൽ കാലഹരണം ഇല്ല, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും കേസ് കൊടുക്കാം. അങ്ങനെ ഒരു നിയമം വന്നപ്പോ ഈ വഖഫ് ബോർഡിന് തോന്നുകയാണ് ഈ ഫറൂഖ് കോളേജിന് കൊടുത്തത്, അത് ധർമ്മത്തിന് കൊടുത്തത്, ഒരു മുസ്ലിം സ്ഥാപനത്തിന് കൊടുത്തത് അത് വഖഫാണ്, അത് വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് പറഞ്ഞിട്ട് അവർ നോട്ടീസ് അയക്കുകയാണ്. അങ്ങനെ നോട്ടീസ് അയച്ചപ്പോൾ ഇവര് വില കൊടുത്ത് വാങ്ങിയ ആധാരങ്ങൾ സഹിതം ഹാജരായി, ഞങ്ങളിത് വില കൊടുത്ത് വാങ്ങിയതാണ്, ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി മാത്രം കൊടുത്തതാണ് എന്ന് വാദിച്ചു. ഫറൂഖ് കോളേജും വാദിച്ചു, ഇത് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം തന്നത്, അങ്ങനെ തന്ന വഖഫ് ആവൂല, വഖഫ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം കൊടുക്കേണ്ടതല്ല. ഇതൊക്കെ പറഞ്ഞിട്ടും വഖഫ് ബോർഡ് നിരാകരിച്ചു, തള്ളി. എന്നിട്ട് അത് വഖഫാന്ന് പ്രഖ്യാപിച്ച പിറ്റേന്ന് ഇവിടെ കേരള സർക്കാരിന് നോട്ടീസ് അയച്ചപ്പോൾ അതാ പോകുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പോന്നു, സർവേ ചെയ്യുന്നു, ഇത്രയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഇത് വഖഫാന്ന് പ്രഖ്യാപിക്കുന്നു, നാളെ മുതൽ നികുതി വാങ്ങണ്ടെന്ന്. കഴിഞ്ഞ 3.5 കൊല്ലമായി നികുതി വാങ്ങുന്നില്ല. നികുതി വാങ്ങാത്തത് കാരണം അവിടുത്തെ ആളുകൾക്ക് ഒരു ലോണ് കിട്ടുന്നില്ല, അവർക്ക് ഏട്ടാഞ്ചന്മാർ തമ്മിൽ ഭാഗം ചെയ്യാൻ പറ്റുന്നില്ല.
ആ ഏട്ടനും അനിയനും തമ്മിൽ ഭാഗം ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം, രജിസ്ട്രേഷൻ നടക്കുന്നില്ല, ലോണ് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോ ഇത്തരത്തിലുള്ള ഭീകരമായ അവസ്ഥയാണ് മുനമ്പത്തുള്ളത്. തമിഴ്നാട്ടില് ഒരു ഗ്രാമം മുഴുവൻ വഖഫ് നോട്ടീസ് അയച്ചു. തിരുച്ചെന്തുറയിലെ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ആ ഗ്രാമം മുഴുവൻ വഖഫ് നോട്ടീസ് അയച്ചിട്ട് ആ ഗ്രാമത്തില് കൃഷിക്കാരൻ മകളുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ പോയപ്പോഴാണ് ബാങ്കിൽ നിന്ന് പറയുന്നത് ലോൺ തരാൻ പറ്റില്ല, വഖഫ് ബോർഡിന് നോ ഒബ്ജക്ഷൻ വേണം, കാരണം ഇത് വഖഫ് ഭൂമിയാണ്. അവസാനം അവിടുത്തെ സർക്കാരിന് ഇടപെട്ടിട്ട് സർക്കാരിന് തടയേണ്ടി വന്നത്. ഇങ്ങനെ രാജ്യം മുഴുവൻ ഭൂമി വെട്ടിപ്പിടിക്കാൻ ഈ സെക്ഷൻ 40 ഉപയോഗിച്ച് മുന്നോട്ട് പോയി. ഇനി വേറൊരു സംഭവം അവര് 95 നിയമത്തിൽ കൊണ്ടുവന്നു. എന്താണ്? അമുസ്ലിമുകൾക്കും വഖഫ് ചെയ്യാം. ഈ വഖഫ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്കുള്ള പരിപാടിയാണ്. ഇതെങ്ങനെ അമുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കുക? അപ്പൊ അമുസ്ലിങ്ങൾക്കും വഖഫ് ചെയ്യാം. ഇപ്പൊ തളിപ്പറമ്പിലെ പ്രശ്നം അതാണ്. തളിപ്പറമ്പിലെ ഒരു ഇല്ലം വക സ്ഥലം, ഈ ഇല്ലം പണ്ട് സർ സയ്യിദ് കോളേജ് എന്ന ട്രസ്റ്റിന് വാടകയ്ക്ക് കൊടുത്തതാ. സർ സയ്യിദ് കോളേജ് നടത്തുന്ന ട്രസ്റ്റിന് വാടകയ്ക്ക് കൊടുത്തതാ. ആ ട്രസ്റ്റ് വാടകയ്ക്ക് വാങ്ങിയ ആ ഭൂമിയിൽ അവർ കോളേജ് സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കെ വഖഫ് ഞങ്ങളേതാണെന്ന്, ട്രസ്റ്റിന് കൊടുത്ത ഭൂമിയാണിത്, വഖഫാണിത്, വഖഫിനുള്ളതാണ്. എന്നിട്ട് അവര് അത് കൈവശപ്പെടുത്തുക. ഇപ്പൊ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ പുതിയ നിയമപ്രകാരം ട്രസ്റ്റാണ്, ഏത് ലീഗുകാരാണ് ട്രസ്റ്റിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ പുതിയ നിയമത്തിനെതിരെ ബഹളം ഉണ്ടാക്കുന്ന ലീഗുകാർ ഹൈക്കോടതി പോയി പറഞ്ഞെന്നറിയാം, പുതിയ നിയമപ്രകാരം ഞങ്ങളൊരു ട്രസ്റ്റാണ്, ട്രസ്റ്റിന് വാടകയ്ക്ക് തന്നതാണ്, ഇത് വഖഫേ അല്ല, വഖഫ് ബോർഡിന് ഒരു അധികാരമില്ല. ഈ നിയമം വരുമ്പോഴേക്ക് ആദ്യം കോടതിയിൽ പോയത് ലീഗുകാരാ. ഈ നിയമം പിടിച്ചുകൊണ്ട് ആലോചിച്ച് നോക്കണം. അത് ചോദിക്കുമ്പോൾ ലീഗുകാർക്ക് മുണ്ടാട്ടല്ല. അതാണ് മുഖ്യമന്ത്രി കോഴിക്കോട് എന്ന് പറഞ്ഞത്, പുതിയ നിയമപ്രകാരം ആദ്യം കേസ് കൊടുത്തത് ലീഗുകാരാണ്. അതൊരു വാടകയ്ക്ക് കൊടുത്തതാണ്. ഇനി അതൊരിക്കലും വഖഫാവില്ല, കാരണം നമ്പൂരി ഭരിക്കുന്നവരെ നമ്പൂരിയായിരുന്നു. ഇപ്പോഴത്തെ നിയമപ്രകാരം അമുസ്ലിം ഒരാൾ മതം മാറി 5 കൊല്ലം മുസ്ലിമായി ജീവിച്ചിട്ട് വഖഫ് നടത്തിയാലേ വഖഫാവുള്ളൂ. ഇത് വാടകയ്ക്ക് കൊടുത്തതാണ്, വഖഫ് അല്ല, വാടകയ്ക്ക് കൊടുത്തതാണ്. ആ രേഖയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ അവര് വഖഫാന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്നത്. അത് ദാനം കൊടുത്തതാണ്. അപ്പൊ വഖഫ് ട്രസ്റ്റിന്, മുസ്ലിം ട്രസ്റ്റിന് കൊടുത്ത ദാനമാണ്, അതുകൊണ്ട് വഖഫാണെന്ന് പറഞ്ഞിട്ട് അവർ കയറി പിടിച്ചതാണ്. ആ വാടകയ്ക്ക് കൊടുത്ത രേഖ നഷ്ടപ്പെട്ടു പോയത്. അതൊരിക്കലും ഇനി വഖഫാവില്ല പുതിയ നിയമപ്രകാരം. കാരണം എന്താ, അങ്ങോട്ട് മരിക്കുന്നവരെ നമ്പൂരിയായിരുന്നു. അങ്ങോട്ട് മരിച്ച് അങ്ങോരെ നമ്പൂരിയുടെമാരുടെ ബ്രാഹ്മണരുടെ ആചാരപ്രകാരം ശവസംസ്കാരം നടത്തി. അങ്ങോരുടെ മകൻ BJP-കാരനാണ്, അയാൾ BJP-യുടെ പ്രാദേശിക നേതാവ്. അവരൊക്കെ ഹൈക്കോടതിക്ക് പോയിരിക്കുക. ഇത് ലീസാണ്, ഇത് വാടകയ്ക്ക് കൊടുത്തതാണ്, ഇത് വഖഫേ അല്ല, ഇത് ദാനമല്ല. ലീഗുകാർ കൊടുത്തിരിക്കുകയാണ് കേസ്. ഇത് ട്രസ്റ്റാണ്, ട്രസ്റ്റിന് വഖഫ് ബാധകമല്ല പുതിയ നിയമപ്രകാരം. കാരണം നമ്മളിപ്പോ പുതിയ നിയമത്തിൽ നിന്ന് ട്രസ്റ്റിനെയും ചാരിറ്റബിൾ സൊസൈറ്റിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് ദാനം കൊടുത്ത ഭൂമിയൊന്നും വഖഫല്ല എന്ന് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇതിന് അപകടകരമായ ഒരു കാര്യമാണ് വഖഫ് ബൈ യൂസ്, ഉപയോഗത്തിലൂടെ വഖഫാവുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണാടകത്തിലെ ഹുബ്ബള്ളിയിലെ റാണി ചെന്നമ്മ മൈതാനം. ഏതെങ്കിലും മുനിസിപ്പാലിറ്റിന്റെ പഞ്ചായത്തിന്റെ മൈതാനിയില് എല്ലാ കൊല്ലവും ഈദിനും പെരുന്നാളിനും നമസ്കാരം നടത്തി കഴിഞ്ഞിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ട് പറയാം അത് ഞങ്ങൾ സ്ഥിരമായി നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഭൂമി, അത് വഖഫാന്ന് നടക്കുന്ന കാര്യ. അങ്ങനെ ഒരു നിയമം ഇവിടെ പാസ്സാക്കി കൊടുത്തു, വഖഫ് ബൈ യൂസ്. ഇത് ഡിജിറ്റൽ സർവേ നടക്കുന്ന രാജ്യമാണ് ഭാരതം. നമ്മുടെ നാട്ടില് എല്ലാ ഭൂമിക്ക് രേഖയായി. ആ രേഖ പരിശോധിക്കാൻ ഇന്ന് സാറ്റലൈറ്റ് സർവേ, ഡിജിറ്റൽ സർവേ വെച്ചിട്ട് ഓരോ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തി രേഖയാക്കി കമ്പ്യൂട്ടറിൽ കയറ്റുമ്പോൾ പറയാം വഖഫ് ബൈ യൂസ്. ഒരു രേഖയും വേണ്ട, ഒരു രേഖയും വേണ്ട. അപ്പൊ വാക്കാലുള്ള വഖഫ്, വഖഫ് ബൈ യൂസ്, അതിന് അപകടകരമാണ് വാക്കാലുള്ള വഖഫ്. വാക്കാൽ പറഞ്ഞാൽ വഖഫാണ്. അപ്പൊ പിന്നെ ഈ രജിസ്റ്റർ ഓഫീസ് എന്തിനുള്ളതാ? ഇതൊക്കെ 95 നിയമത്തിന് തിരികെ കയറ്റിയതാ. വാക്കാലുള്ള വഖഫ്, ഉപയോഗത്തിലൂടെയുള്ള വഖഫ്, അമുസ്ലിമിന്റെ വഖഫ്. അമുസ്ലിമിന്റെ വഖഫ് ആണ് ഇപ്പൊ തളിപ്പറമ്പിന്റെ കുഴപ്പം. അമുസ്ലിമിന് വഖഫ് ചെയ്യാൻ പറ്റൂല. ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം 5 കൊല്ലം മുസ്ലിം ആയിരുന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കുള്ള ഒരു പരിപാടി, അങ്ങനെ അമുസ്ലിമിന് ബാധകമാവുക. അപ്പൊ അത് നമ്മൾ എടുത്തു കളഞ്ഞിരിക്കുക. വഖഫ് ഉപയോഗത്തിലൂടെ വഖഫാവാം. നാട്ടിലുള്ള മൈതാനി നമസ്കാരം നടക്കുന്ന, ഈദിനും പെരുന്നാളിനും നമസ്കാരം നടക്കുന്ന സകല മൈതാനി ഇവരിങ്ങനെ പോയാൽ വഖഫാക്കും. അതുപോലെ തന്നെ വാക്കാലുള്ള വഖഫ്, വാക്കാലുള്ള വഖഫിന് തെളിവുണ്ടോ? ഒരാൾ വഖഫ് ചെയ്തു എന്നങ്ങ് പറയുക. ഇത് മുസ്ലിങ്ങളെ കുഴപ്പത്തിലായത്. കോടീശ്വരന്മാരായ മുസ്ലിങ്ങളുടെ സ്വത്ത്. ഒരു ദിവസം പള്ളി കമ്മിറ്റിക്കാർ ഇയാൾ മരിച്ചു, ഞാൻ പറഞ്ഞ വാപ്പ മരിക്കുന്നതിന് മുന്നേ വഖഫ് ഇരിക്കുന്നു, മക്കൾ തെണ്ടിപ്പോകുന്നു.
അപ്പൊ അവരുടെ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. ചാവക്കാട് സാമൂതിരിപ്പാടിന്റെ പണ്ടാരഭൂമി അതൊരു നായർ തറവാടിന് അവർ പതിച്ചു കൊടുത്തു. അത് ഭാഗം ചെയ്തപ്പോ അവർ വിറ്റ്, പലർക്കും വിറ്റുപോയി. അത് സാമൂതിരിപ്പാട് വക്കഫ് ചെയ്തുകൊണ്ട് വാക്കാൽ വക്കഫ് ചെയ്തുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും നോട്ടീസ് അയച്ചിരിക്കുക. ഇതിന് തെളിവുണ്ടോ? വാക്കാൽ വക്കഫിന് എന്തേ തെളിവുണ്ടോ? ഇതാരെങ്കിലും ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുക? പഴയ കാലത്ത് ആരെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോ? മൊബൈലിൽ ഷൂട്ട് ചെയ്തിരിക്കുക ആരെങ്കിലും? അപ്പൊ ഇങ്ങനെയുള്ള കുറെ അപകടകരമായ വകുപ്പുകൾ 95-ലെ നിയമത്തിൽ കുത്തിക്കയറ്റി. സെക്ഷൻ 40 വാക്കാലുള്ള വക്കഫ്, ഉപയോഗത്തിലൂടെ വക്കഫ്, അമുസ്ലിമിന്റെ വക്കഫ്. ഇതൊക്കെ കാരണം രാജ്യത്ത് പല സ്ഥലത്തും അപകടകരമായ രീതിയിൽ ഈ വഖഫ് ബോർഡുകൾ പെരുമാറാൻ തുടങ്ങി. ഉത്തർപ്രദേശിൽ പഞ്ചപാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുടാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ട്. നമുക്കറിയാം, പഞ്ചപാണ്ഡവരെ അരക്കില്ലത്തിൽ വെച്ച് കത്തിച്ചു കളയാൻ അവര് രക്ഷപ്പെടുകയാണ്. ആ അരക്കില്ലം നിന്ന സ്ഥലം ഒരു ക്ഷേത്രമാണ്. അത് വഖഫാണെന്ന് പറഞ്ഞ കേസ് കൊടുത്ത് അവസാനം ഈ അടുത്ത ദിവസം ഉത്തർപ്രദേശിലെ ജില്ലാ കോടതി അത് വഖഫല്ല എന്ന് വിധിച്ചു. ഇങ്ങനെ രാജ്യത്ത് പല സ്ഥലത്തും, കർണാടകയിലെ വിജയനഗരയിൽ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി, ഗുജറാത്തിൽ ദ്വാരകയിൽ ശ്രീകൃഷ്ണന്റെ ദ്വാരകയിലെ ആ ദ്വീപിലെ ഭൂമി എന്ന് വേണ്ട പല സ്ഥലത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഇത് ആരോടും ചോദിക്കാതെ, ഒരു ചർച്ചയും ചെയ്യാതെ 995-ൽ നരസിംഹറാവു സർക്കാർ ഉണ്ടാക്കി വെച്ചൊരു വിനയാണ്. നിയമം കൊണ്ടുവരേണ്ടിയിരുന്നത് കൈവശമുള്ള വഖഫ് സ്വത്തുക്കൾ മര്യാദയ്ക്ക് വൃത്തിയിൽ കർശനമായി നടത്തിക്കൊണ്ടുവരാനുള്ളൊരു ഫ്രെയിംവർക്ക്, ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുന്നതിന് പകരം കൂടുതൽ ഭൂമി കൈവശപ്പെടുത്താനുള്ള അനാവശ്യമായ അധികാരങ്ങൾ വഖഫ് ബോർഡിന് കൊടുത്തു. എന്നിട്ട് വഖഫ് ബോർഡ് നന്നായോ? ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടൽ, പഞ്ചനക്ഷത്ര ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന വഖഫ് ഭൂമിയിലാണ്. അവർ കയ്യേറിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയത്. വഖഫ് ബോർഡ് കേസ് നടത്തി. ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനിയാ, ലോകം മുഴുവൻ ഹോട്ടലുകളുടെ സ്ഥാപന. അവരോട് കേസ് നടത്തിയിട്ട് വഖഫ് ബോർഡ് ജയിക്കുകയോ? തോറ്റുപോയി. അവര് ജയിച്ചു. ആ അംബാനിയുടെ വീട് നിൽക്കുന്നത്, ബോംബെയിലെ വീട് നിൽക്കുന്ന വഖഫ് ഭൂമിയിലാണ് അവർ പറയുന്നത്. പോയി കേസ് നടത്തിയവർ ജയിക്കുകയോ? അപ്പോ ഇവരെ ഭൂമി ഒരു ഭാഗത്ത് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഹൈദരാബാദിൽ ഒവൈസി 3500 കോടി രൂപ വില വരുന്ന വഖഫ് ഭൂമി കൈവശം വെച്ചിരിക്കുക. 3500 കോടി രൂപ വരുന്ന വഖഫ് ഭൂമി ഒവൈസിന്റെ കൈവശം. കേസ് നടത്തിയ ജയിക്കും. ഒരു ഭാഗത്ത് പുതിയ നിയമത്തിലെ അനാവശ്യമായ വകുപ്പുകളും ഈ വഖഫ് ബൈ യൂസും, വാക്കാലുള്ള വഖഫും, അമുസ്ലിമിന്റെ വഖഫും സെക്ഷൻ 40 ഉപയോഗിച്ച് പുതിയ ഭൂമി വെട്ടിപ്പിടിക്കുക. മറുഭാഗത്ത് വഖഫ് ബോർഡിലെ രാഷ്ട്രീയക്കാർ ഈ നിലവിലുള്ള ഭൂമി അന്യാധീനപ്പെടുത്തുക നക്കാപ്പിച്ച പൈസക്ക്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സംഭവം പറയാം. കോഴിക്കോട് മുട്ടായി തെരുവിൽ ഒരു ബേക്കറി, ആ ബേക്കറി വഖഫ, ഒരു മുസ്ലിം കൊണ്ട് വഖഫ് ചെയ്ത, അത് നോക്കി നടന്ന ഒരു മുത്താവല്യ. ആ ബേക്കറിയുടെ വാടക മാസം 18,000 രൂപയാണ്. 18,000 രൂപയാണ്. 6,000 രൂപയെ വഖഫ് ബോർഡിന് കിട്ടുന്നുള്ളൂ. 12,000 രൂപ മുത്താവലി കീശയിലിടുക. 6,000 രൂപ വഖഫ് ബോർഡിന്, അതായത് രേഖയിൽ 6,000 രൂപയുള്ളൂ. പക്ഷെ മുതലാളി ബേക്കറി നടത്തുന്ന 18,000 രൂപ കൊടുക്കുന്നു മാസം. 12,000 രൂപ മുത്താവലി കീശയിലിടുകയാണ്. 6,000 രൂപ വഖഫ് ബോർഡിലും അടക്കിയാണ്. ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. ഒരു മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ചെലവിനിട്ട കേസ് കൊടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് അറിയുന്നത് ഭർത്താവ് കുഴഞ്ഞ് കിടപ്പിലാണ്. അദ്ദേഹം സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു ഉറുപ്പ്യ പോലും കിട്ടാൻ അർഹതയില്ല. അപ്പോൾ ജഡ്ജി വിധിച്ചു, ഇത് വഖഫ് ബോർഡ് ഇവരെ പോറ്റണം, ഇവർക്ക് വേണ്ട ചെലവ് വഖഫ് ബോർഡ് കൊടുക്കണം. അപ്പോഴാണ് ഇത് എങ്ങനെയാ കൊടുക്കുക? അതാണ് നിയമം. പുതിയ 1986-ൽ രാജീവ് ഗാന്ധി പാസാക്കിയ മുസ്ലിം വനിതാ വിവാഹ മോചിത വനിതാ സംരക്ഷണ നിയമത്തിൽ ഭർത്താവ് ജീവനോടില്ലാണ്ടാവുമോ അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വഖഫ് ബോർഡ് കൊടുക്കണം എന്നാണ്. ഈനാണ് ഈ വഖഫ്. ഈ ആവശ്യങ്ങൾക്ക് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് സഹായിക്കാനും ദരിദ്രരായ മുസ്ലിങ്ങളെ രക്ഷിക്കാനുമാണ് വഖഫിന്റെ പൈസ ചെലവാക്കുന്നത്. അക്കാര്യം മാത്രം ചെയ്യില്ല, ബാക്കിയെല്ലാം ചെയ്യും. അക്കാര്യം മാത്രം. ആ ഒരു വിധി വന്നപ്പോഴാണ് ഇന്ത്യയിലോ അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലേ എന്ന് അറിയുന്നത്. ഒരു ജഡ്ജി ഇത് മനസ്സിലാക്കി വിധിച്ചു, ഇത് വഖഫ് ബോർഡ് കൊടുക്കണം. വഖഫ് ബോർഡ് ഞങ്ങൾ എങ്ങനെയാ കൊടുക്കുക? അങ്ങനെയാ കൊടുക്കുക. 1986 നിയമത്തിൽ അതാ പറയുന്നത്, ഭർത്താവിന് ഒരു ഗതി ഇല്ലെങ്കിൽ അവരെ പോറ്റേണ്ട ഉത്തരവാദിത്തം വഖഫ് ബോർഡിനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ് എന്ന സങ്കല്പം. അത് മാത്രം നടക്കുന്നില്ല. ഇനി അതിലും അപകടകരമായ ചില കാര്യങ്ങൾ 2013
2013 ഈ UPA സർക്കാർ പോന്ന പോക്കിൽ ഒരു നിയമം പാസാക്കി. എന്താണ്? വഖഫ് ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആൾ വാടക കൊടുക്കാതിരിക്കുകയോ ഒഴിഞ്ഞു കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ ക്രിമിനൽ കുറ്റമാണ്. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ പോസ്റ്റ് മാഷും പോസ്റ്റ്മാനും ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം വഖഫ് ബോർഡിന്റെ കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചത്. അപ്പൊ ഒഴിയാൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് 2 മാസം സമയമാണ്. ഒരു പത്രത്തിൽ പരസ്യം ചെയ്തു, പോസ്റ്റ് ഓഫീസിന് പറ്റിയൊരു ബിൽഡിങ് വെള്ളിമാട് കുന്ന് പരിസരത്തുണ്ടോ. അത് കിട്ടിയില്ല. അപ്പൊ ഇവരോട് ഒഴിയാൻ പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ട് ഒഴിയാത്തത് കൊണ്ട് പോലീസിൽ കേസ് കൊടുത്തു. ഇവരെ പോസ്റ്റ് മാഷെ പോസ്റ്റ്മാനെ അറസ്റ്റ് ചെയ്യുന്ന ഗതി വന്നു. അവർ ഹൈക്കോടതി പോയപ്പോ ഹൈക്കോടതി പറഞ്ഞു 995 മുമ്പുള്ള വാടകയാണ്, അന്ന് മുതൽ തുടങ്ങിയതാണ്. അന്ന് വാടകയ്ക്ക് ആദ്യം എടുക്കുമ്പോ 95 നിയമം വരുന്നതിന് മുമ്പെയാണ്. അതുകൊണ്ട് പുതിയ വഖഫ് നിയമം ബാധകമല്ല, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. അല്ലെ അറസ്റ്റ് ചെയ്യും. വഖഫിന്റെ ഭൂമിയിൽ വാടകയ്ക്ക് നിൽക്കുന്ന ആളെ ഒഴിപ്പിക്കാൻ RCP കൊടുക്കണ്ട. ഇവിടെ എന്റെയോ നിങ്ങളെയോ ബിൽഡിംഗ് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്താൽ അയാളെ വാടക മര്യാദയ്ക്ക് തരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾ കൂട്ടിയിട്ട് പോയതാണെങ്കിൽ അയാളെ ഒഴിപ്പിക്കാൻ മുനിസിപ്പൽ കോടതിയിൽ RCP കൊടുക്കണം. വഖഫിനത് വേണ്ട, അവർക്ക് പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കാം. അങ്ങനത്തെ നിയമം. ഇങ്ങനെ അത്യന്തം എന്താ പറയാ, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ ഒക്കെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ അധികാരങ്ങളൊക്കെ ഈ വഖഫ് ബോർഡിന് കൊടുത്ത് ആകെ കുഴപ്പത്തിലാക്കി 2013. മാത്രമല്ല, ഡൽഹിയിൽ 200 ചില്ലുവാനം ഭൂമി വഖഫാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് വാദം ഉന്നയിച്ചു. എന്ന് 1970 ഡൽഹിയിൽ വാദം ഉന്നയിച്ചു. ആ ഭൂമിയിൽ ഏതൊക്കെ പെടും? പാർലമെന്റ് നിൽക്കുന്ന സ്ഥലം പെടും, സുപ്രീം കോടതി നിൽക്കുന്ന സ്ഥലം പെടും, പാലം ഇന്റർനാഷണൽ എയർപോർട്ട് പെടും. ഇങ്ങനെയുള്ള ഡൽഹിയിലെ കണ്ണായ സ്ഥലങ്ങൾ 200 ചില്ലുവാനം പ്രോപ്പർട്ടി വഖഫാണ് എന്ന് പറഞ്ഞ് 1970 കേസ് കൊടുത്തു. പഴയ വഖഫ് നിയമപ്രകാരം. അന്ന് അതേ നിവൃത്തിയുള്ളൂ. നമ്മളും ഞാനും നിങ്ങളും ഒക്കെ ഭൂമി കയ്യേറിയ കേസ് കൊടുക്കും പോലെ കേസ് കൊടുക്കേ പഴയ നിയമത്തിൽ 95 മുന്നേ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. 95 മുതലാണ് ഈ നോട്ടീസ് അയച്ച് കൈവശപ്പെടുത്തൽ തുടങ്ങിയത്. ആ കേസ് 43 കൊല്ലമായി നടക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേസ് ഇങ്ങനെ നടക്കുക. 2013 തെരഞ്ഞെടുപ്പിന് 55 ദിവസം മുന്നേ UPA സർക്കാർ എന്ത് ചെയ്തു? അതിൽ 123 ഭൂമി വഖഫിന് വിട്ടുകൊടുത്തു. ഡൽഹിയിലെ കണ്ണായ സ്ഥലം, ആയിരക്കണക്കിന് കോടി രൂപ വില വരുന്ന കണ്ണായ സ്ഥലം വിട്ടുകൊടുത്തു. എന്തോ ഭാഗ്യത്തിന് പാർലമെന്റ്, സുപ്രീം കോടതി, പാല എയർപോർട്ട് ഒന്നും വിട്ടുകൊടുത്തില്ല. അത് വിട്ടുകൊടുത്തു പോയി. ഇങ്ങനെ ഗവൺമെന്റ് ഭൂമി കയ്യേറുന്നു. ഇവരെന്താ പറയുന്നത്? മുഗളന്മാരുടെ കാലത്ത് വഖഫ് ചെയ്തത് ഇപ്പോഴും വഖഫാണ്. മുഗളന്മാരുടെ സകല സ്വത്തും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാർ പോകുമ്പോൾ അത് മുഴുവൻ ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്തു. അത് മുഴുവൻ ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വത്തായി. മുഗൾ രാജവംശത്തിന്റെ കയ്യിലോ ഹൈദരാബാദ് നൈസാമിന്റെ കയ്യിലോ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിലോ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അത് പോകുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്തു. അപ്പൊ തിരുവിതാംകൂർ രാജവംശത്തിന്റെ രാജാവിന്റെ പേരിൽ ഉള്ള സ്വത്ത് മുഴുവൻ കേരള ഗവൺമെന്റിന്റെ സ്വത്താണ്. അങ്ങനെയാണ് നിയമം. ഇവര് പറയുന്നത് അന്നുള്ളതൊക്കെ വഖഫാണ്. ഇങ്ങനെ ഡൽഹിയിലെ 70% ഭൂമി, ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് 70% ഭൂമി വഖഫാന്നാ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള അനാവശ്യമായ പ്രശ്നങ്ങൾ കോൺഗ്രസ് സർക്കാരുകൾ ഉന്നയിച്ചു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ നിയമം ആദ്യം ചെയ്തത് സെക്ഷൻ 40 എടുത്തു കളഞ്ഞു. ഇന്ന് വഖഫിന്റെ ഒരു ഭൂമിയെ സംബന്ധിച്ച് തർക്കം വന്നാൽ അതിനൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. ജില്ലാ കളക്ടർ എടുത്ത് ആദ്യം പോകണം. ഏതെങ്കിലും ഒരു ഭൂമി വഖഫാണെന്ന് വഖഫ് ബോർഡിന് തോന്നിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂമിയുടെ മേൽ എന്റെ ഭൂമി വഖഫ് ബോർഡിന് കയ്യേറിയിട്ടുള്ളത് എനിക്ക് തോന്നിയാൽ, സ്വകാര്യ വ്യക്തിക്ക് വഖഫിനെതിരെയോ വഖഫിന് സ്വകാര്യ വ്യക്തിക്കെതിരെയോ തർക്കമുണ്ടായാൽ, എന്റെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറിയെന്ന് എനിക്ക് തോന്നിയാൽ, വഖഫ് ബോർഡിന്റെ ഭൂമി ഞാൻ കയ്യേറിയെന്ന് വഖഫിന് തോന്നിയാൽ ജില്ലാ കളക്ടറെ സമീപിക്കണം. ഇപ്പോൾ അതാണ് നിയമം. ജില്ലാ കളക്ടർ രേഖകൾ വെച്ച് പരിശോധിച്ച് തീരുമാനമെടുക്കും. തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് മുനിസിപ്പൽ കോടതിയിലോ സബ് കോടതിയിലോ പോകാം, സിവിൽ കോടതിയിൽ പോകാം. അങ്ങനെയാണ് പുതിയ നിയമം. അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിൽ പോകാം. ഇനി പോയാലും അതിന് സുപ്രീം കോടതി വരെ അപ്പീൽ ചെയ്യാം. അതിന് അപ്പീൽ ഇല്ലാത്ത പരിപാടിയില്ല. അവർക്ക് വഖഫ് ട്രൈബ്യൂണലിൽ പോകാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. എങ്ങനെയാണോ രാജ്യത്ത് സാധാരണ കേസ് നടക്കുന്നത് അങ്ങനെ തന്നെ നടത്തണം. അല്ലാതെ പ്രത്യേക എല്ലാ അധികാര അവകാശങ്ങളും എടുത്തു കളഞ്ഞു.
ഇനി ഈ രാജ്യത്ത് 95-ലെ നിയമം ഉപയോഗിച്ച് ഒരുപാട് സർക്കാർ ഭൂമി ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ പുനഃപരിശോധിക്കാൻ സർക്കാരിന് അധികാരം കൊടുത്തിരിക്കുക, പുനഃപരിശോധിക്കാൻ. ഇനി അങ്ങോട്ട് ഗവൺമെന്റ് ഭൂമി 95-ലെ നിയമപ്രകാരം കൈവശപ്പെടുത്തിയ എല്ലാ ഭൂമിയും കലക്ടർമാർ പുനഃപരിശോധിക്കും. പുനഃപരിശോധിച്ചിട്ട് അത് ഗവൺമെന്റ് ഭൂമിയാണെങ്കിൽ കലക്ടർ അത് ഗവൺമെന്റ് ഭൂമിയായി പ്രഖ്യാപിക്കും. അതിൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാം. അവിടെ ഇപ്പൊ സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചു, തൽക്കാലം നിങ്ങൾ പെട്ടെന്ന് കയറി ഡീനോട്ടിഫൈ ചെയ്യരുത്, വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കരുത്, നിങ്ങൾ പരിശോധിച്ചോളൂ. അതാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വാദത്തിൽ ഗവൺമെന്റ് കൊടുത്ത ഉറപ്പ്. കലക്ടർമാര് പെട്ടെന്ന് ചാടിക്കേറി ഡീനോട്ടിഫൈ ചെയ്യില്ല. കാരണം ഗവൺമെന്റ് ഭൂമി വഖഫിന്റെ കയ്യിലായി പോയത് ചാടിക്കേറി വഖഫ് അല്ലാണ്ട് ഗവൺമെന്റ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കില്ല. പക്ഷെ പരിശോധിക്കും, രേഖകൾ പരിശോധിച്ച് മനസ്സിലാക്കും. എന്നിട്ട് തീരുമാനം കോടതിയുടെ വിധിക്ക് അനുസരിച്ചമായിട്ടേ എടുക്കുള്ളൂ. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ രാജ്യത്ത് ഡൽഹിയിലെ ആയിരക്കണക്കിന് കോടി രൂപ വരെ വരുന്ന ഗവൺമെന്റ് ഭൂമി വിട്ടുകൊടുത്തത് ഉൾപ്പെടെ കലക്ടർമാർ ഇനി പരിശോധിക്കാൻ പോവുകയാണ്. പരിശോധിച്ചിട്ട് അതിന്റെ എന്താ പറയാ രേഖകളൊക്കെ പരിശോധിച്ച് തീരുമാനം എടുക്കാൻ പോവുക. വഖഫ് ബൈ യൂസ്, ഉപയോഗത്തിലൂടെ വഖഫ് എന്നുള്ളത് എടുത്തു കളഞ്ഞ് അങ്ങനെ ഒരു സാധനം ഇല്ല. രേഖ കൊണ്ട് വഖഫ് ആയത് മാത്രമേ വഖഫ് ആവുള്ളൂ. വഖഫ് ഇനി മുതൽ 5 കൊല്ലം എങ്കിലും ഇസ്ലാമായി ജീവിച്ചവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വാക്കാലുള്ള വഖഫ് എടുത്തു കളഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ വഖഫ് ബോർഡിന് ഇനി അങ്ങോട്ട് ഭൂമി വെട്ടിപ്പിടിക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചു. അതോടൊപ്പം വഖഫിനെ ഒന്ന് പരിഷ്കരിച്ചു. ഇന്നലെ വരെ അവിടെ രാഷ്ട്രീയക്കാരുടെ നായാട്ടായിരുന്നു. ഇനി മുതൽ അത് സാധ്യമല്ല. സംസ്ഥാന തലങ്ങളിൽ സർക്കാരിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി IAS ഉദ്യോഗസ്ഥൻ വഖഫ് ബോർഡിൽ ഉണ്ടായിരിക്കും. സംസ്ഥാന തലങ്ങളിൽ ഒരു ജോയിന്റ് സെക്രട്ടറി ലെവൽ ഉദ്യോഗസ്ഥൻ IAS ഉദ്യോഗസ്ഥൻ വഖഫ് ബോർഡിൽ ഉണ്ടാകും. MLA മാർ 2 പേരുണ്ടാകും. ഇങ്ങനെ ഗവൺമെന്റിന് വഖഫ് ബോർഡിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു. വഖഫ് കൗൺസിലിൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് കൗൺസിലിൽ സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ജഡ്ജി ഉണ്ടായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി ലെവൽ ഉദ്യോഗസ്ഥൻ IAS ഉണ്ടായിരിക്കും. 3 പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടാവും. അതിൽ 2 പേർ ലോക്സഭയിൽ നിന്നും ഒരാൾ രാജ്യസഭയിൽ നിന്നുമായിരിക്കും. ഭരണ വിദഗ്ധന്മാരുണ്ടാകും, മാനേജ്മെന്റ് വിദഗ്ധന്മാരുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ, സ്ത്രീകൾ നിർബന്ധമായിട്ടും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായ അവസാനം എഴുതി ഇതിൽ 2 പേർ അമുസ്ലിങ്ങളായിരിക്കുമെന്ന്. അത് വഖഫ് ബോർഡിലും അതെ കൗൺസിലും 2 പേർ അമുസ്ലിങ്ങളായിരിക്കും. അതിപ്പോ തൽക്കാലം നടപ്പിലാക്കണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇനി വഖഫിൽ ഉണ്ടാവും, പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടാവും, MLA മാരുണ്ടാവും. സർക്കാരിന്റെ IAS ഉദ്യോഗസ്ഥന്മാർ അതിനുള്ളിലുള്ളിടത്തോളം കാലം അതിനുള്ളിൽ എന്താ നടക്കുന്നത് എന്ന് അറിയാൻ സർക്കാരിന് സാധിക്കും. കാരണം ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ്. അത് പലരും അഴിമതി നടത്തി അന്യാധീനപ്പെടുകയും മറച്ചു വിൽക്കുകയും പല പരിപാടിയും ചെയ്യുകയാണ്. ഇനി അത് നടക്കൂല. വിശ്വാസി അള്ളാവിന്റെ പേരിൽ സമർപ്പിക്കുന്ന ഭൂമിയാണ്. അത് കണ്ടവൻ കട്ടുകൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന ഗവൺമെന്റിന്റെ തീരുമാനം. അതോടൊപ്പം സ്ത്രീകൾക്ക് ആദ്യമായി അതിനുള്ളിൽ പ്രവേശനം കൊടുത്തു. വഖഫിൽ നിന്നുള്ള വരുമാനം മര്യാദയ്ക്ക് വരുമാനമെടുത്താൽ 12,000 കോടി രൂപ മാസം കിട്ടും, അല്ല വർഷത്തിൽ കിട്ടും. ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള വഖഫ് ഭൂമി മര്യാദയ്ക്ക് വൃത്തിയിൽ കൊണ്ടു നടന്നാൽ 12,000 കോടി റുപ്യ വർഷം വരുമാനം കിട്ടും. കഴിഞ്ഞ വർഷം കിട്ടിയത് 46 കോടി രൂപയാണ്. വെറും 46 കോടി രൂപ വൃത്തിയിൽ കൊണ്ടു നടന്നാൽ 12,000 കോടി രൂപ കിട്ടും. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, ആശുപത്രികൾ നിർമ്മിച്ചു കൊടുക്കാൻ, അവർക്ക് മറ്റ് ചികിത്സാ സഹായങ്ങൾ കൊടുക്കാനൊക്കെ ഈ പൈസ മതി. മര്യാദയ്ക്ക് 12,000 കോടി രൂപ കിട്ടിയാൽ. എന്നാൽ അത് അന്യാധീനപ്പെടുകയും കക്കുകയും അഴിമതി നടത്തുകയും ചെയ്തതിന്റെ ഫലമായി ആകെ ഇന്ത്യ രാജ്യത്ത് വഖഫിന് കിട്ടിയ വരുമാനം 46 കോടി. ഇത് 8 ലക്ഷം ഏക്കർ ഭൂമിയിൽ നിന്ന് 46 കോടി രൂപ. 8 ലക്ഷം ഏക്കർ ഭൂമി നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ 12,000 കോടി രൂപ. അപ്പൊ ഈ പൈസ നാളെ ഇനി പുതിയ നിയമം വരുന്നതുകൊണ്ട് സംവിധാനങ്ങൾ മാറുമ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അവിടെ വരും, സുതാര്യത വരും, പാർലമെന്റ് അംഗങ്ങൾ വരും, സുപ്രീം കോടതി ജഡ്ജി വരും.
ഇങ്ങനത്തെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വൃത്തിയിലും വെടുപ്പിലും നടത്തിയാൽ അതിന്റെ വരുമാനം എടുത്ത് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കാം. അതാണ് മറ്റൊരു ഉദ്ദേശം. അപ്പൊ ഒരേ സമയത്ത് രണ്ടുദ്ദേശമാണ്. ഒന്ന്, വഖഫിനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവരുത്. രണ്ട്, വഖഫ് ഭൂമി നിലവിലുള്ളത് വൃത്തിയിലും വെടുപ്പിലും അഴിമതി ഇല്ലാണ്ട് നടക്കണം. ഈ രണ്ടുദ്ദേശം വെച്ചിട്ടാണ് ഇത് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി വഖഫ് കൊടുത്ത ഭൂമി, ട്രസ്റ്റിന് കൊടുത്ത ഭൂമി വഖഫ് അല്ലാണ്ടായി മാറുമ്പോൾ ഫറൂഖ് കോളേജ് എന്ന ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൊടുത്ത ഭൂമി വഖഫല്ല. പഴയ നിയമപ്രകാരം തന്നെ അത് വഖഫല്ല, പുതിയ നിയമപ്രകാരം അത് തീരെയല്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ പരിഹാരം, ഈ നിയമം കണ്ടെത്താൻ സാധിക്കും. അത് കോടതിയിൽ കേസുള്ളതൊക്കെ കോടതി തീരുമാനിക്കണം. കാരണം കോടതിയിൽ പോയിട്ട് കോടതി പരിശോധിച്ച് വിധി പറയണം. അതിൻ്റെതായ കാലതാമസം എടുക്കും. അപ്പൊ ആ പ്രശ്നങ്ങൾ ഒരു വിധത്തിൽ പരിഹരിക്കും. അതോടൊപ്പം വഖഫിന്റെ ഉള്ളിലെ വിഷയം അതിനെ ഒന്ന് വൃത്തിയിലും വെടുപ്പിലുമാക്കും. അതിനുള്ള അഴിമതി ഇല്ലാണ്ടാക്കും. എന്തിനാണോ വഖഫ് ആ ഉദ്ദേശം സഫലമാക്കാൻ സാധിക്കും. ഈ രണ്ട് ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഇത് ആരംഭിച്ചത്. അല്ലാണ്ട് അതിനകത്ത് BJP-ക്കാരൊന്നും പോകുന്നില്ല. ആ ഭൂമി തട്ടിയെടുത്ത് ഇവിടെ ഗവൺമെന്റ് തട്ടിയെടുക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അനാവശ്യമായ ദുഷ്പ്രചരണങ്ങളാണ്. ഒന്ന്, അത് അടിച്ചു വാരി വൃത്തിയാക്കും. രണ്ട്, അവരെ കൊണ്ട് നാട്ടുകാർക്കുള്ള ശല്യം അവസാനിപ്പിക്കും. 995 വരെ വഖഫിനെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഇല്ലായിരുന്നു. 95-ൽ അനാവശ്യമായ കുറെ അധികാരങ്ങൾ കൊടുത്ത് അതിനെ ചീത്തയാക്കിയതാണ്. അപ്പോ ഇത് രണ്ടും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വഖഫ് നിയമം ഭേദഗതി കൊണ്ടുവന്നത്. അല്ലാണ്ട് മുസ്ലിങ്ങളുടെ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ല, അതിൽ കൈകടത്താൻ സർക്കാരിന് ഉദ്ദേശമില്ല. കാരണം ഒരിക്കൽ വഖഫായത് വഖഫ് അല്ലാണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് മുത്തവലിക്ക് മാനേജ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. വഖഫ് ബോർഡിന് സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ പിന്നെ അത് വഖഫ് അല്ലാണ്ടാക്കണമെങ്കിൽ നിയമപ്രകാരം അത് വഖഫല്ല എന്ന് കോടതി തെളിയിക്കണം. അപ്പൊ അതല്ലാണ്ട് അത് വഖഫാക്കാം. നിയമപ്രകാരം ഒരിക്കൽ കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഖഫ് അല്ലാണ്ടാവില്ല. അപ്പൊ ഇതുകൊണ്ട് യാതൊരു ഉപദ്രവവും മുസ്ലിം സമുദായത്തിനോ മുസ്ലിം സമൂഹത്തിനോ വഖഫിനോ ഉണ്ടാവാൻ പോകുന്നില്ല. വൃത്തിയിലും വെടുപ്പിലും കാര്യങ്ങൾ നടത്താൻ, അതായത് കോൺഗ്രസുകാർ കക്കാൻ വേണ്ടി നിർമ്മിച്ച വഖഫ് നിയമത്തെ കളവില്ലാണ്ടാക്കാനും സത്യസന്ധമായി പ്രവർത്തിക്കാനും അതോടൊപ്പം മറ്റുള്ളവരുടെ ഭൂമി തട്ടിയെടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കാനും വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. ഈ തെറ്റിദ്ധാരണ നമ്മൾ നീക്കണം. കാരണം CAA നിയമത്തിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചോദിക്കുമ്പോഴാണ് ആൾക്കാർക്ക് അത് നീങ്ങിയത്. CAA നിയമം നടപ്പിലാക്കിയില്ലേ, ആരെയും പൗരത്വം പോയോ എന്ന് നമ്മളിപ്പോ ചോദിക്കുമ്പോഴാണ് മേലോട്ട് നോക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പോഴേ ഈ കാര്യങ്ങൾ നമ്മുടെ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം, മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ഇതാണ് നമ്മുടെ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട സെമിനാറിന്റെ ഉദ്ദേശം. ഒരുവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവമായി എടുത്ത്, കാരണം നമുക്കെതിരെ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ ഒക്കെ വരാൻ പോകുന്ന വലിയ പ്രചരണമാണ്. ഓർമ്മ പണ്ട് പോത്തായിരുന്നു, ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോത്തായിരുന്നു വിഷയം അല്ലേ, ബീഫായിരുന്നു വിഷയം. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ബീഫായിരുന്നു വിഷയം. അപ്പം ഇതിനൊരു തകരാറെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് കൺസോൾട്ടേഷൻ നടക്കും, ഇപ്പുറത്തെ ഭാഗത്ത് കൺസോൾട്ടേഷൻ നടക്കൂല. അപ്പൊ ഇങ്ങനെ അനാവശ്യമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒന്നും ഉപയോഗിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ പരാജയപ്പെടുത്തണം. സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി, ഇല്ലെങ്കിൽ വരുന്ന 2 തെരഞ്ഞെടുപ്പിലും നമുക്കത് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ അത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം, അതിന് സാധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. സംശയം ചോദിക്കാണ്ട് ചോദിക്കാം. മുനമ്പം കേസിലെ ഭേദഗതി ബില്ല് വന്നാൽ മുനമ്പത്തുകാർക്ക് അനുകൂലം ആണെന്നുള്ള ഒരു രീതിയിൽ അവർ ചിന്തിച്ചല്ലോ. അങ്ങനെ ചിന്തിച്ച് നിയമം പാസ്സായതിനു ശേഷം ഇത് അനുകൂലം അല്ല എന്നുള്ള രീതിയിൽ അവരൊരു പ്രചരണം നടത്തും. ആ പ്രചരണം അതിജീവിക്കാൻ 2 ആഴ്ച നിങ്ങൾ വീണ്ടും അത് കറക്റ്റായിട്ട് പഠിച്ച് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് ഞങ്ങളെ വിജയിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നതാണ്. മുനമ്പം കേസിൽ 4 കക്ഷികളാണ്. വഖഫ് ബോർഡ് 1-ാം കക്ഷി. അവര് പറയുന്നത് ഇത് ഒരു മുസ്ലിം ചെയ്ത ഒരു ധർമ്മ ആവശ്യാർത്ഥം മുസ്ലിം ചെയ്ത ഒരു ദാനാണ്, ഇത് വഖഫാണ്.
രണ്ടാം കക്ഷി ഫറൂഖ് കോളേജാണ്. ഫറൂഖ് കോളേജ് പറയുന്നത് പഴയ നിയമപ്രകാരം തന്നെ ഇത് വഖഫല്ല. ഇത് 54 നിയമപ്രകാരം തന്നെ ഇത് വഖഫല്ല. കാരണം ഞങ്ങൾക്കൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തന്നതാണ്. ഇത് സൊസൈറ്റിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു തരണമെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വഖഫ് ചെയ്യാൻ പറ്റൂല. വഖഫിൽ അങ്ങനെ ഒരു നിയമമല്ലേ ഇത്. ഇല്ലെങ്കിൽ തിരിച്ചു തരണം എന്നുള്ളത്. സിദ്ദിഖ് സേട്ട് കൊടുക്കുമ്പോൾ ഇത് ഇന്ന ആവശ്യത്തിന് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അത് തിരിച്ചു ഞങ്ങൾക്ക് വരണം എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒരു കാരണവശാലും വഖഫല്ല എന്നാണ് ഫറൂഖ് കോളേജിന്റെ വാദം. രണ്ടാമത്തെ വാദം ഫറൂഖ് കോളേജിന്റെ, ഞങ്ങൾ ഈ ഭൂമി വിറ്റിട്ട് ഇത് പൈസ ദുരുപയോഗം ചെയ്തിട്ടില്ല. ഈ പൈസ ഉപയോഗിച്ച് കോഴിക്കോട് ഫറൂഖ് കോളേജ് ബിൽഡിംഗ് ഉണ്ടാക്കിയതാണ്. അപ്പൊ എന്താവശ്യത്തിനാണോ ഞങ്ങൾക്ക് തന്നത് ആ ആവശ്യം ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ഇതാണ് ഫറൂഖ് കോളേജിന്റെ വാദം. ഇനി ഇതില് മൂന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബക്കാരാണ്. സിദ്ദിഖ് സേട്ടിന്റെ മക്കളോ മരുമക്കളോ ഒക്കെ ഇപ്പൊ വന്ന് അവിടെ ബാധിക്കുന്നത് എന്താ വെച്ചാൽ ഇത് വഖഫല്ല, ഞങ്ങൾ ഫറൂഖ് കോളേജിന് ഞങ്ങൾ ഇന്നൊരാവശ്യത്തിന് വേണ്ടി കൊടുത്താണ്, അത് അവർ ചെയ്തിട്ടില്ല, അവിടെ ഭൂമി തിരിച്ചു കിട്ടണമെന്നാണ് അവരെ വാദം. അവരതിന് വലിയ ഉളവന്മാരാ. പക്ഷെ ഒരു വിഭാഗം പറയുന്നത് അത് ആ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് അവരെടുത്തോട്ടെ, പ്രശ്നമില്ല എന്ന് പറയും. അതായത് മക്കളൊക്കെ രണ്ട് ഗ്രൂപ്പായി. ഈ മുനമ്പംകാർ ഇപ്പോഴാണ് ആ കേസിൽ കക്ഷിയായത്. ഈ അടുത്ത ദിവസം കക്ഷിയായത്. അവരെ വാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫറൂഖ് കോളേജിന് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കൊടുത്തതാണ്, അതുകൊണ്ട് അത് വഖഫല്ല, അങ്ങനെ കൊടുത്താൽ വഖഫ് ആവൂല. ഒന്ന്. രണ്ട്, കാലഹരണ നിയമം ബാധകമാണ്. കാരണം 1954 നിയമപ്രകാരം കാലഹരണം ഉണ്ട്. വഖഫ് പോയി കൊടുത്തു എന്ന് കൂട്ടുക, അത് അന്യാധീനപ്പെട്ടിട്ട് എത്ര കൊല്ലത്തിനോട് തിരിച്ചു വയ്ക്കണമെന്നുണ്ട്. ഇത് 50 കൊല്ലം 60 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വയ്ക്കുന്നു. 95 നിയമം വന്നതിന് ശേഷം. അപ്പോ 95 നിയമം വന്നത് മുതലുള്ള അങ്ങോട്ടുള്ള കാര്യത്തിലെ കാലഹരണം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പുള്ളതിന്റെ കാലഹരണം ഉണ്ട്. അതുകൊണ്ട് പഴയ നിയമപ്രകാരം ഇനി അഥവാ വഖഫ് ആണെങ്കിലും, ഒന്നത് വഖഫല്ല, കാരണം ഒരു പ്രത്യേക ആവശ്യത്തിന് കൊടുത്തതാണ്, അത് വഖഫല്ല. ഇനി അഥവാ അത് വഖഫ് ആണെങ്കിലും കാലഹരണ നിയമം ബാധകമെന്നാണ് മുനമ്പക്കാരുടെ വാദം. ഇപ്പൊ പുതിയൊരു സാഹചര്യം വന്നു. ആ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റികൾക്കും ട്രസ്റ്റുകൾക്കും, അതായത് ചാരിറ്റബിൾ സൊസൈറ്റികൾക്കും ട്രസ്റ്റുകൾക്കും ഒരു മുസ്ലിം ചാരിറ്റബിൾ സൊസൈറ്റിക്കും മുസ്ലിം ട്രസ്റ്റിനും ഒരു മുസ്ലിം ധർമ്മം കൊടുക്കുന്നത് വഖഫ് നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നൊരു നിയമം കൂടി വന്നു. ഇനിയിപ്പോ ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഈ ചട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ചട്ടങ്ങൾ എഴുതുമ്പോൾ ചാരിറ്റബിൾ, അതായത് മറ്റേ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തത് എന്ന് പറയുന്നതിൽ താഴെ പറയുന്ന നിയമങ്ങൾ പ്രകാരം രൂപീകരിക്കപ്പെട്ട സൊസൈറ്റികൾക്ക് കൊടുത്തത് ഉൾപ്പെടും എന്ന് എഴുതും. അത് എഴുതിയോന്ന് കൂടി കഴിഞ്ഞാൽ അത് തീരെ പിന്നെ വഖഫല്ല ഉണ്ടാവും. പക്ഷെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇത് കോടതിയിലെ പരിഗണനയില്ല. കോടതിയിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന മെയ് 19 കോടതിയുടെ കാലാവധി തീരുകയാണ്. അതായത് വഖഫ് ജഡ്ജിന്റെ 5 കൊല്ലത്തിലുള്ള, പക്ഷെ അത് അപ്പോഴേക്ക് പുതിയ ജഡ്ജി വരും, അത് വേറെ വിഷയം, അത് റുട്ടീനായി സംഭവിക്കുന്ന. അതിനിടയിൽ വഖഫ് ബോർഡ് ഹൈക്കോടതി പോയി ഉത്തരവ് വാങ്ങി 26-ാം തീയതി വരെ വിധി പറയരുത്. അപ്പൊ ജഡ്ജി മാറിയ പുതിയ ജഡ്ജി വന്നാലും വിധി പറയരുത് എന്ന് പറഞ്ഞൊരു ഉത്തരവ് വാങ്ങിച്ചിട്ടുണ്ട്. അന്തിമമായി ഇത് പുതിയ നിയമം നോക്കാണ്ട് തന്നെ ഇത് വഖഫല്ല എന്ന് ആ കോടതി പ്രഖ്യാപിക്കും. കാരണം അത് ഒന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കൊടുത്താണ്. രണ്ട്, കാലഹരണ നിയമത്തിന്റെ പ്രശ്നമുണ്ട്. 95 കാലഹരണ നിയമം എടുത്തു കളഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇത് കൊടുത്തിട്ട് 50, വിറ്റിട്ട് 50 കൊല്ലം 60 കൊല്ലമായി. അപ്പൊ ഇനി ചോദ്യം ചെയ്യാൻ പറ്റൂല. ഇനി അതൊന്നും അല്ലെങ്കിലും എല്ലാം കഴിഞ്ഞാലും ഈ എന്താ പറയാ പുതിയ നിയമമുണ്ട്. പക്ഷെ അത് കോടതി തീരുമാനിക്കണം. കോടതിയിൽ കേസുള്ളത് കോടതി ഒരു തീരുമാനം എടുത്താൽ, ഇപ്പൊ കോടതിയിൽ ഞാനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിയമം മാറിയാലും കോടതി ആ പുതിയ നിയമം പരിശോധിച്ചൊരു വിധി പറയണം. അതിൻ്റെതായ കാലതാമസം എടുക്കും. ലീഗിന്റെ നേതാവിന് എടപ്പള്ളിയിലുണ്ട് ഒരു മാനിമന്ദിരം, എല്ലാം ഉണ്ട്. അത് പുതിയ വഖഫ് നിയമം വരുമ്പോൾ പുതിയ വഖഫ് ബോർഡ് ഇപ്പൊ തിരിച്ചു പിടിക്കാത്ത എന്താ അറിയോ? ഇപ്പൊ തിരിച്ചു പിടിക്കൂല. കാരണം ഇത് മുഴുവൻ കള്ളന്മാർ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇനി ഗവൺമെന്റിന്റെ സൂപ്പർവിഷനും ഗവൺമെന്റ് സെക്രട്ടറിമാരും ഒക്കെ വരുമ്പോൾ എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇതുപോലെ കാലഹരണ നിയമം 95 മുന്നേ ഒക്കെ 10, 20 കൊല്ലം, ഇപ്പൊ 75, 80 പോയതൊന്നും ഇനി കിട്ടൂല. കാരണം കാലഹരണ നിയമത്തിന്റെ പ്രശ്നം വരും. 95 ശേഷമാണ് കാലഹരണം. ഇപ്പൊ പുതിയ ആക്ടിലും കാലഹരണ നിയമം വന്നു. ഇനിയും തോന്നിയ സമയം കഴിഞ്ഞിട്ടൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റൂല.
അപ്പൊ കാലഹരണ നിയമം ബാധകമല്ലാത്തതൊക്കെ പിടിച്ചു പിടിക്കാൻ വേണ്ട നിയമപരമായ നടപടി എടുക്കും. എടുക്കാത്തത് എന്തുകൊണ്ടാ? എടുക്കണ്ടെന്ന് വിചാരിച്ചില്ല. കാരണം ഇവരും കൂടി സൈഡ് നിന്നിട്ടാണ് ഈ കളവ് നടന്നിട്ടുള്ളത്. അതൊരു കൊള്ള സംഘമായി മാറ്റി വഖഫിനെ, 1-ാം നമ്പർ കൊള്ള സംഘമായി മാറ്റി. അത് സുതാര്യമാക്കിയാൽ സർക്കാരിനൊരു, അതായത് ഗവൺമെന്റിന് ഒരു നിയന്ത്രണമില്ല. അതാണ് പ്രശ്നം. അതിനുള്ളിൽ എന്താ നടക്കുന്നത് ആർക്കും അറിയില്ല. ഗവൺമെന്റിന് നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇനി അങ്ങോട്ട് അന്യാധീനപ്പെടാണ്ട് നോക്കും. തിരിച്ചു പിടിക്കാവുന്നത് പരമാവധി പിടിക്കാൻ ആ സംവിധാനത്തിന് സാധിക്കും. അതുകൊണ്ടാണ് സുപ്രീം കോടതി ജഡ്ജി വേണമെന്ന് പറയുന്നത്. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ അതിപ്രഗത്ഭനായ ഒരു അഭിഭാഷകനോ വേണം വഖഫ് കൗൺസിലിന്. ആദ്യത്തെ മെമ്പർ പറയുന്നതാണ്. സുപ്രീം കോടതി ജഡ്ജ്, റിട്ടയർഡ് ജഡ്ജി, അല്ലെങ്കിൽ അതിപ്രഗത്ഭനായ നിയമജ്ഞൻ എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ അതിനുള്ളിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ കളവ് ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. ഇതൊരു കോൺഗ്രസ് സംസ്കാരം വന്നതാ. കക്കുക മുക്കുക. അത് നമ്മൾ അവസാനിപ്പിക്കാനുള്ള ഈ രാഷ്ട്രീയക്കാരെ വിഷമതാണ്. നമ്മൾ ഈ കളവ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതിന്റെ ആനുകൂല്യം പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കളവും വെട്ടിപ്പും അവസാനിപ്പിക്കാനുള്ള, അതാണ് ഇവർക്ക് ഇത് ഇഷ്ടപ്പെടാത്തതിന് ഈ രാഷ്ട്രീയക്കാരെ എതിർക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം. അവർക്കൊക്കെ അറിയാം ഇത്. അതായത് ബോറ മുസ്ലിങ്ങളാണല്ലോ നരേന്ദ്രമോദിയെ ആദ്യം കണ്ടിട്ട് അനുമോദിച്ചു, ഓർമ്മയല്ലേ? ഗുജറാത്തിലെ. അതെന്താ അവർ ചെയ്യാൻ കാരണം വെച്ചാൽ അവർക്ക് അവരെ സൊസൈറ്റി ഉണ്ട് അവരുടെ സമുദായത്തിന്. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ അതിലേക്ക് അവർ ദാനം ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം മുസ്ലിങ്ങൾക്ക് ബാധകമായി വരും. അവർക്കത് താല്പര്യമില്ല. കാരണം അവരൊരു പ്രത്യേക വിഭാഗമാണ് ബോറ മുസ്ലിങ്ങൾ. അവർക്ക് അവരുടെ ആൾക്കാർക്ക് ഗുണം ഉണ്ടാവണം. അപ്പൊ ഈ സൊസൈറ്റിയെ എടുത്തു കളയണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് അവരാ. അവർക്ക് വേണ്ടിയാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് കൊടുക്കുന്നത് വഖഫ് അല്ല എന്നുള്ള നിയമം കൊണ്ടുവരാൻ അവരാവശ്യപ്പെട്ടതാണ്. അപ്പൊ ഇതിലൊരു സുതാര്യത വരാൻ പോവുകയാണ്. അതാണ് ഇവർക്കുള്ള ദേഷ്യം. ഈ ആൾക്കാർക്ക്, കോൺഗ്രസ്സുകാർക്കുള്ള ഏറ്റവും വലിയ വിഷമത. ഞാൻ അറിയില്ല. ഇല്ല, 2 പേർ അമുസ്ലിങ്ങളാവണം. അതാണ് ഇപ്പൊ സുപ്രീം കോടതി തൽക്കാലം പിടിച്ചു വെച്ചത്. ഇതിനെ ഞാൻ ചോദിച്ചത്, ഈ പുതിയ സമിതി വരുമ്പോ 2 പേര് മുസ്ലിങ്ങളല്ലാത്തവരാണ്, ബാക്കിയുള്ള ഇപ്പൊ MLA MP ഇതെല്ലാം മുസ്ലിങ്ങളെ അല്ല. ആ മൊത്തത്തിൽ അതിൽ 2 പേരല്ലാത്തവരാവാതെ വെസ്റ്റ് ബംഗാൾ അത് എത്ര വേണ്ടത്? എന്ത് കാര്യം? എഴുതിയ കടലാസിന്റെ വിലയില്ല. നിയമത്തെ കുറിച്ച് വളരെ നല്ല രീതിയിൽ അഡ്വക്കേറ്റ് പി ശ്രീപത്മനാഭൻ സാർ വിഷയാവതരണം നടത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഈ പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി BJPയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ശ്രീമതി ബംഗ്ലാമതൻ അവരുടെ ക്ഷണിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതിയെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെ നമുക്കിവിടെ പറഞ്ഞു തന്ന നമ്മുടെ സംസ്ഥാന വക്താവ് ശ്രീ VP ശ്രീ പത്മനാഭൻ അവർക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ശ്രീമതി അശ്വിനി ML അവർക്കും നന്ദി അറിയിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ബാബുട്ടൻ, അതുപോലെ തന്നെ ഇന്ന് ഇതിൻ്റെ കോർഡിനേറ്ററും ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടിയായിട്ടുള്ള ശ്രീ മനലാൽ മേലോത്ത്, അതുപോലെ മറ്റൊരു ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ PR സുനിൽ അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പുഷ്പക്ക, സഞ്ജീവണ്ണൻ, വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ശ്രീധര അവർ, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന
എല്ലാ മണ്ഡലം പ്രസിഡന്റുമാര്, മുതിർന്ന നേതാക്കള്, ജനപ്രതിനിധികള്, ഇതിന്റെ കൺവീനർമാരായിട്ടുള്ള ലീഡർമാര്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നേതാക്കളായ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കാലം. ഒരു നിമിഷം. നമ്മുടെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജിയുടെ ജയന്തിന്റെ ഭാഗമായിട്ട് വിവിധ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ ഒരു പ്രോഗ്രാമാണ് പെൻഡിംഗ് ഉള്ളത്. നമ്മുടെ മുഴുവൻ ജനപ്രതിനിധി അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹി, മണ്ഡല ഭാരവാഹി, മണ്ഡല പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആൾക്കാരും SC ST വിഭാഗപ്പെട്ട ആൾക്കാരും പോയിട്ട്, പ്രധാനപ്പെട്ട ആൾക്കാർ പോയിട്ട് കണ്ടിട്ട് അവർ ഡീറ്റെയിൽസ് എടുത്തിട്ടായിട്ട് സരൾ ആപ്പിൽ അപ്ഡേറ്റ് ആക്കാൻ പറഞ്ഞതായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ 1 or 2 മാത്രമാണ് സരൾ ആപ്പിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത്. പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സരൾ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. പോയിട്ടില്ല ഉണ്ടെങ്കിൽ നാളെ തന്നെ 5 ആളെക്കാണെങ്കിൽ ഒരു ദിവസം മതി. എളുപ്പത്തിന് ചെയ്യുന്ന പണിയാണ്. SC ST വിഭാഗപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർ പോയിട്ട് കാണുക, ഫോട്ടോ എടുക്കുക, അവർ ഡീറ്റെയിൽസ് എടുത്തിട്ട് അപ്ഡേറ്റ് ആക്കുക. അപ്പോ നാളെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. സരൾ ആപ്പിൽ ഒന്ന് ഫോട്ടോസ് എല്ലാം ജില്ലക്ക് അയച്ചു കൊടുക്കണം. അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതേപോലെ സരൾ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നാളെ ഇന്ന് നമുക്ക് കണക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇപ്പോൾ നമുക്കുള്ള ചെയ്യാത്ത ആൾക്കാർ ദയവ് ചെയ്ത് അത് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.